والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഇസ്തിഗാസ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകൾ എന്ന വിശ്വാസവുമായി കൊണ്ട് അല്പം സംസാരിക്കുകയാണ്. ഹിജറ 12-ാം നൂറ്റാണ്ടിൽ നജിദിൽ പൊട്ടിമുളച്ച ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ ആശയങ്ങൾ ലോകതലത്തിൽ തന്നെ കേരളത്തിന് അകത്തും പുറത്തും വ്യാപിപ്പിക്കുക എന്ന നിഗൂഢ ലക്ഷ്യവുമായി വിശുദ്ധ ഖുർആനിന്റെ 32ഓളം ആയത്തുകൾ വളച്ചൊടിച്ച് ഇസ്തിഗാസക്ക് വെല്ലുവിളിയായി ഉദ്ധരിക്കുകയാണ്. നമുക്കവർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ആയത്തുകളിൽ ചിലത് പരിശോധിക്കാം. സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയാണെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. നിങ്ങൾ അല്ലാഹുവിനോട് പങ്കാളിയാക്കിയതിനെ നാളെ ആഖിറത്തിൽ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. എന്നാൽ പർവ്വത സമാനരായ മുഫസ്സിറുകളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് വഹാബി ദുർവ്യാഖ്യാന കോട്ടകളിൽ നിന്നും പുറപ്പെടുന്ന മായനകൾ സാധാരണക്കാരുടെ മസ്തിഷ്കത്തിലേക്ക് ഈമാൻ അപകടത്തിലാകും വിധം അടിച്ചു കയറ്റുകയാണ് മൗലവിമാർ. നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ 3 മൗലവിമാർ സംയുക്തമായി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം നിങ്ങൾ കാണണം, അത് നിങ്ങൾ പരിശോധിക്കണം. ആ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ 3-ാം വാള്യം 2688-ാം പേജിൽ 3 മൗലവിമാർ സംയുക്തമായി എഴുതുകയാണ്. എന്താണ് അവർ എഴുതിയത്? നിങ്ങൾ അല്ലാഹുവിന്റെ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. യാഥാർത്ഥ്യത്തിൽ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളായ ലാത്ത, ഉസ്സ, മനാത്ത പോലത്തെ വിഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സുന്നികളായ നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ് മൗലവിമാർ. നിങ്ങൾക്കറിയുമോ, ഹാഫിൽ ഇബ്നു കസീർ അവിടുത്തെ കിതാബായ തഫ്സീർ ഇബ്നു കസീറിന്റെ 3-ാം വാള്യം 559-ാം പേജിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം എന്താ? അവർക്ക് ജീവനില്ലാത്തവയാണ്. കേൾക്കുകയാണെങ്കിൽ തന്നെ തേടപ്പെട്ട കാര്യം സാധിപ്പിച്ചു തരാൻ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്കാവില്ല എന്ന് ഹാഫിദ് ഇബ്നു കസീർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മുഫസ്സിറുകളെ എല്ലാം പറയുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിന് പകരം മറ്റു വിഗ്രഹങ്ങളായ ലാത്ത, ഉസ്സ, മനാത്ത പോലത്തെ വിഗ്രഹങ്ങൾക്കും ഇലാഹുകൾക്കും ആരാധന അർപ്പിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലാതെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഉലമാക്കൾ തുടങ്ങി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ നൽകുന്ന മുഅ്ജിസ് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സഹായാർത്ഥന നടത്തുന്നതിനെ കുറിച്ചല്ല ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അതുപോലെ മുജാഹിദ് മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മറ്റൊരു ആയത്താണ് സൂറത്തുൽ അഅറാഫിലെ 194-ാമത് ആയത്ത്. എന്താണ് ആയത്ത്? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലകും ഫദ്ഉഹും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങളെപ്പോലുള്ള അടിമകൾ തന്നെയാണ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ. സൂറത്തുൽ അഅറാഫിലെ 194-ാമത് ആയത്തിലെ ഈ ആശയം വരുന്ന ഈ ഭാഗത്തെ കടന്നു പിടിച്ച് ഇസ്തിഗാസക്ക് വെല്ലുവിളിയായി ഉദ്ധരിക്കുകയാണ് മൗലവിമാർ. നോക്കൂ മുഅ്മിനീങ്ങളെ, പർവ്വത സമാനരായ മുഫസ്സിറുകളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് സത്യത്തിന് നേരെ കണ്ണും കാതുമടച്ചു വായിൽ തോന്നിയ വ്യാഖ്യാനങ്ങളാണ് ഇവർ ഇവിടെയും ഉദ്ധരിക്കുന്നത്. സത്യത്തിൽ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ആയത്തിലും പരാമർശിക്കുന്നത്. എന്നാൽ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങളെപ്പോലുള്ള അടിമകൾ തന്നെയാണെന്നും നിങ്ങൾ അവരോട് സഹായമർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് സഹായം ചോദിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് സഹായം നൽകാനുള്ള കഴിവില്ലെന്നുമാണ് ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വഹാബി മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നാടുനീളെ പ്രസംഗിച്ച് നടക്കുകയാണ്. ഇതിനെതിരെയെല്ലാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ കൃത്യവും വ്യക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ഇസ്തിഗാസക്കെതിരെ വഹാബി മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തൊടുത്തുവിടുന്ന ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ ഈ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.